നിലവിളിക്ക് എന്നടി കോപം എന്ന പുതിയ മൂവിയുടെ കഥ നമുക്ക് കേൾക്കാം. കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കം നായകൻ ലവ് ഫീലിംഗിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മ കല്യാണക്കാര്യം പറയുന്നു. എനിക്ക് കല്യാണമൊന്നും വേണ്ട, അവളെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയെന്ന് പറയുന്നു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ കർണക്കുറ്റിക്ക് നോക്കി അവന് ഒരു അടി കൊടുക്കുന്നു. ഇതെപ്പോഴും കേട്ട് മടുത്ത്, ഇനിയെങ്കിലും അവളെ വിട് എന്നൊക്കെ അമ്മ ഉപദേശിക്കുന്നു. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്തായാലും നീ ഇന്ന് പെണ്ണ് കാണാൻ വരണമെന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം പെണ്ണിനെ കാണാൻ വേണ്ടി വരുവാണ്. ആ പെണ്ണിനെ നേരത്തെ അവൻ അറിയാമായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. വീട്ടുകാർ വിചാരിച്ചു ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമെന്ന്. എന്നാൽ അവർ പറയുന്നു, ഞങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണം, അതുകൊണ്ട് തന്നെ ഡേറ്റിങ്ങിലാകണം എന്ന് പറയുന്നു. പെണ്ണ് പറയുന്നു, എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ ചെറുക്കൻ അവൻ പറയുന്നു, എനിക്കും ഒരു ലൈൻ ഉണ്ടായിരുന്നു, 6 മാസത്തിന് മുമ്പ് അതും പൊട്ടിപ്പോയി, ഫെയിലിയറായി എന്ന് പറയുന്നു. എന്തായാലും കാരണം നീ എന്നോട് ചോദിക്കല്ലേ എന്ന് പറയും. ഹീറോ കൂട്ടുകാരനുമായിട്ട് ഇരിക്കുകയാണ്. ആ സമയം ഒരു ലെറ്റർ കിട്ടുന്നു. ഹീറോയുടെ കാമുകി ഉണ്ടായിരുന്നല്ലോ, അവളുടെ കല്യാണ ലെറ്റർ ആയിരുന്നു. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നു. കൂട്ടുകാരൻ ആശ്വസിപ്പിക്കുന്നു. എന്തായാലും നീ ഡേറ്റിംഗ് ആയില്ലേ ആ പെണ്ണ്, അവളെ പോയി ഒന്ന് കാണാൻ പറയുന്നു. അതിനുശേഷം ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൾ ചോദിക്കുന്നു, നിനക്ക് എന്ത് പറ്റി, നീ എന്താ സാഡായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാനൊരു ബാറിലെ ഷെഫായിരുന്നു, അവിടെ വെച്ച് ഞാൻ അവളെ കണ്ടത്. അവന് 2 ഫ്രണ്ട് ഉണ്ട്. ഒരു ഫ്രണ്ടിൻ്റെ പേര് രാകേഷ്, അവൻ്റെ കാമുകിയും കൊണ്ടാണ് ബാറിൽ അന്ന് വന്നത്. കാമുകിയുടെ ഫ്രണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനി. അവൾ അവിടെ വെച്ച് ഹീറോയിനെ കാണുന്നു, ഹീറോയിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരാൻ പറയുന്നു. അതുപോലെ തന്നെ ഹീറോ ഫുഡ് ഉണ്ടാക്കി നമ്മുടെ ഹീറോയിനിക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് ആ ഫുഡെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ബാറിൽ വെച്ച് അവർ തമ്മിൽ ഡാൻസ് ചെയ്യുന്നു. അത് പയ്യെ അവർക്ക് സ്നേഹമാകുന്നു. അതിനുശേഷം ഹീറോയിനോടും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. നിലയം കൂട്ടി വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇവൾ വലിയ പണക്കാരിയാണ്, ഇവളെ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുമോ എന്നറിയില്ല, അവരുടെ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇവൾ വലിയ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ. അപ്പോൾ അമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് പറയുന്നു. നില ഹീറോയും കൊണ്ട് വീട്ടിൽ പോകുന്നു. അതിനുശേഷം അച്ഛനോട് പറയും, ഞാൻ സ്നേഹിക്കുന്ന ചെറുക്കനാണിത്, എനിക്ക് ഇവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. പക്ഷെ അച്ഛൻ അതിന് സമ്മതിക്കത്തില്ല. അച്ഛന് അവനെ ഇഷ്ടമായില്ല. അവനോട് പറയുകയാണ്, ഈ പണക്കാരിയായ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ ചെറുക്കന്മാർ വരും, എൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ നല്ല പണക്കാരനെ കൊണ്ടേ നിനക്ക് സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. പക്ഷേ ഹീറോയിനെ അത് കേൾക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടുകയാണ് അച്ഛനോട്, എനിക്ക് ഇവനെ തന്നെ വേണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നു, ഞാൻ കുറച്ച് ദിവസം ഇവനോട് ഇടപെടട്ടെ, ഇവൻ്റെ സ്വഭാവം എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയാമെന്ന് പറയുന്നു. അതിന് നായിക സമ്മതിക്കുന്നു. അതിനുശേഷം ഈ അച്ഛൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. സിനിമാ തിയേറ്ററിൽ പോയാലും കറങ്ങാൻ പോയാലും എല്ലായിടത്തും ഈ അച്ഛൻ ഇടയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. എന്നാലും അച്ഛന് നായകനെ ഇഷ്ടമാകുന്നില്ല. നായകൻ്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ നായികയുടെ അച്ഛൻ അവിടെ വരുന്നു. ആശുപത്രിയിൽ വന്ന അച്ഛൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കുന്നത് നായകൻ കാണുന്നു. അതുകൊണ്ട് തന്നെ നായകൻ ചെന്ന് അവരോട് ചോദിക്കുന്നു, ഈ പുള്ളിയെ അറിയാവോ, ഇയാൾ എന്താ ഇവിടെ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, ഇയാൾക്ക് ക്യാൻസർ ആണെന്ന്. ഇത് കേട്ടപ്പോൾ നായകൻ പേടിച്ചു. നായികയോട് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ പറയുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അവളോട് മറച്ചു വെച്ചു. ഹീറോയിനിയുടെ അച്ഛൻ 2-3 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ. അതുമാത്രവുമല്ല, അവളുടെ അച്ഛനാണ് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളെ ഇന്ന് അകലണമെന്ന് വിചാരിച്ച് അവളോട് വിളിക്കുകയോ ഫോൺ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഹീറോയിനെ അവിടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്തുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കാത്തത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, കാരണം പറ. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിനുശേഷം കളയുന്ന പോലെ നീ എന്നെ കളഞ്ഞോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണെന്ന് പറഞ്ഞ് മുഖത്തടിച്ചതുപോലെ അവൾ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടുന്ന് പോയി. അങ്ങനെയാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്ന് ആ പെണ്ണ് കാണാൻ പോയ ആ പെണ്ണിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഒരു ചാൻസും കൂടെ തരാമെന്ന് അവൾ പറയുന്നു. നീ അവളുടെ കല്യാണത്തിന് പോകണം, അതിനുശേഷം അവളോട് ഇഷ്ടം തോന്നുകയാണ്, നീ അവളെ തന്നെ കല്യാണം കഴിക്കണം. ഒരു പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവളെ നിനക്ക് വേണ്ടെങ്കിൽ നീ എന്നെ വന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷത്തോടെ അവനെ പറഞ്ഞു വിട്ടിട്ട് അവൾ പോകുന്നു. അതിനായി നായകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് കല്യാണത്തിന് പോകുന്നത്. അവിടെ 4 ദിവസത്തിൻ്റെ ഫംഗ്ഷനാണ് ഉള്ളത്. അവിടെ ചെന്നപ്പോൾ അത് വലിയൊരു ഹോട്ടലായിരുന്നു, ഈ പണക്കാർ മാത്രം വരുന്ന ഹോട്ടൽ. അവിടെ ഒരുപാട് പണക്കാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഇവരും ചെന്നു. അപ്പോൾ 4 ദിവസത്തെ പരിപാടിയാണ്. മെഹന്തി ചടങ്ങ്, ഓരോ ചടങ്ങുകളുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹീറോയിനെ ഹീറോ കാണുന്നുണ്ട്. എന്നാൽ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. എന്നാൽ അവിടെ വെച്ച് അറിയുന്നു ഹീറോയിനിയുടെ അച്ഛൻ മരിച്ചു പോയെന്ന് 3 മാസത്തിന് മുമ്പ്. അതുകൊണ്ട് തന്നെ അച്ഛൻ തീരുമാനിച്ച ചെറുക്കനുമായിട്ടാണ് കല്യാണം നടക്കുന്നതെന്ന് അറിയുന്നു. ആ ചടങ്ങ് നടക്കുന്ന ദിവസങ്ങളിൽ അവന് ഭയങ്കര സങ്കടമാണ്. ഹോട്ടലിലെ ഓണർ ഒരു പെണ്ണ്
പെണ്ണായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവനാണെങ്കിൽ സങ്കടമായിട്ട് ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് പോലും അറിയാതെ അവൻ അവിടെ മദ്യപിച്ച് ഇരിക്കുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടിയാണ് അവനെ മുറിയിലേക്ക് കൊണ്ടുവിടുന്നത്. ആ മാനേജറിനോട് പറയുന്നു, ഞാൻ സ്നേഹിച്ച പെണ്ണാണ് ഇവിടെ കല്യാണം കഴിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ മാനേജർ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയാണ്. നാളെയാണ് റിസപ്ഷൻ. എന്നാൽ നല്ലൊരു വസ്ത്രം പോലും ഹീറോയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയാണ് അവന് റെസ്റ്റ് മേടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടും നല്ല ഫ്രണ്ട്സായി. നായികയാണ് കെട്ടാൻ പോകുന്ന ആ ചെറുക്കൻ്റെ കൂടെ നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. ഇത് ഹീറോയ്ക്ക് സഹിക്കുന്നില്ല. ആ മാനേജറിൻ്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു. നില മാനേജറിനോട് പറയുന്നു, നിങ്ങൾ അവൻ്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കരുത്, കൂടുതൽ നിങ്ങൾ അടുക്കരുത്, കാരണം അവൻ മോശപ്പെട്ടവനാന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മാനേജർ പറയുകയാണ്, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ, നീയല്ലേ അവനെ ചതിച്ചത്? ഇതിനുശേഷം അവളോട് പറയുകയാണ്, നിന്റെ അച്ഛന് ക്യാൻസർ ആയതുകൊണ്ട് തന്നെയാണ് നിന്നിൽ നിന്ന് അവൻ അകന്നത്. നിന്റെ അച്ഛന് അവനെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് അടുപ്പം കാണിക്കാതെ അവൻ അകന്നു നിന്നതാന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമായി. അവൾ പൊട്ടിക്കരയുവാണ്. നില, എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വേണ്ടെന്ന് വെച്ചത്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ പോലും എനിക്ക് അവനോടാണ് ഇഷ്ടം. ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ പോലും ഇഷ്ടമല്ല എന്ന് പറയുന്നു. പിന്നെ അടുത്ത സീനാണ് കാണിക്കുന്നത്. അവൾ സാരിയൊക്കെ ഉടുത്ത് കല്യാണ വേഷത്തിൽ പന്തലിലേക്ക് വരുന്നു. മാനേജർ ഹീറോയോട് പറയാണ്, ആ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു എന്ന്. ആ കാര്യങ്ങൾ കേട്ടിട്ട് പോലും ഇവൾ എങ്ങനെ പന്തലിലേക്ക് എന്തിനാണ് വന്നതെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് അവളുടെ കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ്, ഇതുപോലെ തന്നെ ഈ നായികയുടെ കൂട്ടുകാരിയോടാണ് ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, ഇവൾ സ്നേഹിച്ച ചെറുക്കനെ തന്നെ കല്യാണം കഴിച്ചോളണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കൂട്ടുകാരി അവളോട് പറഞ്ഞില്ല. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് അവളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതെല്ലാം ഹീറോയിനിക്ക് അറിയാം. എന്നിട്ട് പോലും അവൾ കല്യാണം കഴിക്കാൻ പന്തലിൽ കയറിയിരിക്കുകയാണ്. അതിനുശേഷം കല്യാണവും കഴിക്കുന്നു. ഇതെല്ലാം ഓർത്ത് ഹീറോയ്ക്ക് സങ്കടമായിട്ട് അവിടെ ഇറങ്ങിപ്പോവുകയാണ്. നായകൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുവല്ലേ, അവളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. എന്നാൽ ആ ഫ്ലൈറ്റിൽ നിലയുണ്ടായിരുന്നു, അവളുടെ ഫിയാൻസി ഉണ്ടായിരുന്നു. അവളോട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നേന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഫിയാൻസി പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് തന്നെ നീ കല്യാണം കഴിച്ചാൽ മതി, അല്ലെ ഇഷ്ടപ്പെടാത്ത ആളുടെ കൂടി ജീവിക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നെന്ന് പറയുന്നു. അതിനുശേഷം ഫിനാൻസിയോട് ചോദിക്കുമ്പോൾ പറയുന്നു, എനിക്ക് നിലയെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് ഇഷ്ടം നിന്നെയാണ്, അതുകൊണ്ട് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം അവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ ഹോട്ടലിലെ ആ മാനേജറില്ലേ, ആ പെണ്ണായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, നിൻ്റെ കഥകൾ കേട്ടപ്പോൾ നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഇനി നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അവിടെ വന്നു. ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ ഹീറോ ഞെട്ടി. അതോടെ തന്നെ ഈ കഥ തീരുകയാണ്. ആര് ഹീറോ കല്യാണം കഴിക്കുമെന്നൊന്നും പറയുന്നില്ല. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.